പക്ഷേ ബോച്ച അത് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കുന്തി ദേവി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച കുന്തി ദേവി ഒരു നല്ല ആണെന്നുള്ള രീതിയിലല്ല, പുരാണത്തിൽ പറഞ്ഞിട്ട് നല്ലതാണെന്നല്ല, അതല്ല ബ്രോക്ക് അറിയില്ല, അതല്ല നല്ലതാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ലൊരാൾ നല്ലതെന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നില്ല. അതിന് പുറത്തേക്ക് ഇനി പുള്ളി എന്താ പറയുക, വീഡിയോയിൽ വരാത്ത സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം എന്തോ മാനേജറെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മാനേജർ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ബോച്ച അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്, അത് ശിക്ഷിക്കപ്പെടേണ്ട സംഭവം തന്നെയാണ്. അല്ല, ഈ ഇപ്പോൾ ചിലർ പറഞ്ഞത് 14 ദിവസം പോരാ, അത് എന്താണ് കുറച്ചും കൂടി 1 മാസം കിടക്കണം, ബോച്ചയുടെ നാക്കിന് നീളം കൂടുതലാണ്, ഈ രീതിയിലുള്ളത് കാലങ്ങളായി ഈ രീതിയിലുള്ള ഡബിൾ മീനിങ് തുടങ്ങിയിട്ട് എന്നൊക്കെ രീതിയിൽ വർത്താനം പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ബോച്ചയുടെ ഈ സംസാര രീതി വിവാദത്തിൽ വരുന്നത്, കുറേ മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് പുള്ളി അങ്ങനത്തെ ഒരു നിങ്ങൾ ഉദ്ദേശ സംഭവം പറഞ്ഞിട്ടില്ല. പറയാത്തോടത്തോളം കാലം അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഡബിൾ മീനിങ് പറയുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് വേർഡിന് അല്ലെങ്കിൽ ഒരു അറബി വേർഡിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരു വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് പുള്ളി ഉദ്ദേശിച്ച അർത്ഥം വേറെ രീതിയിലായിരിക്കും, നല്ലതായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. പുള്ളി തന്നെ അണിറോസിനെ വിളിച്ചു വരുത്തുമ്പോൾ അത് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് പല രീതിയിൽ വർത്താൻ, നമ്മൾ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് അണിറോസിനെ കൊണ്ടുവരുന്നത്, അത് രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന വെറുതെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് വേണ്ടേ. ഇപ്പോൾ ആരോ പറഞ്ഞു ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അണിറോസിനൊക്കെ പിടിച്ച് കറക്കിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കറക്കാൻ പറ്റില്ല. അയാൾ കറങ്ങിയാൽ മാത്രമേ കറക്കുന്നതിനോടല്ല എല്ലാവരും പറഞ്ഞത്. ഈ സ്റ്റേജിൽ പൊതുവേദിയിൽ നിന്നിട്ട് ഇതേപോലെ അപമാനിക്കുന്ന രീതിയിൽ വർത്താനം പറയുന്നതിനാണ് എല്ലാവരും പറഞ്ഞത്. വിഷ്വൽസ് കാണുമ്പോൾ ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടില്ലല്ലോ ആ വീഡിയോ. അല്ല, അണിറോസിന്റെ ചിരിയുടെ വ്യത്യാസം വരുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പ്രെഡ് ആയി. അതിന് മുന്നേ തന്നെ ഇപ്പോഴാണ് മാനേജറെ ധരിപ്പിച്ച കാര്യം അറിയുന്നത്. മുന്നോട് എന്താ സോഷ്യൽ മീഡിയ അറിയുന്നത്, അന്ന് സമയത്ത് തന്നെ മാനേജർ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അണിറോസും പറഞ്ഞു, ബോച്ചയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നിട്ടും അത് ഇന്റർവ്യൂകളിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അദ്ദേഹം ഈ രീതിയിൽ അണിറോസിനെതിരെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്റർവ്യൂവിൽ പിന്നെ ഇതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ആ വീഡിയോ. തെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ആരുടെ ഭാഗത്തേക്ക് എന്നുള്ള നമുക്ക് 2 പേരുമാണ്, ആണായാലും പെണ്ണായാലും ആരാണോ തെറ്റ് ചെയ്യുന്നത് ശിക്ഷിക്കപ്പെടണം. എന്തായാലും ആ ഒരു നിലപാട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. സോ ഈ ബോച്ച തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്, ആ രീതി മാർക്കറ്റിന്റെ ഭാഗമായിട്ട് കളി കാര്യമാവെന്ന് പറയില്ല. നമ്മൾ ചിലപ്പോൾ തമാശക്ക് പലതും നമ്മൾ ഫ്രണ്ട്സുകളോട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ അത് കാര്യമാക്കും, ചില ആളുകളെ തമാശയായിട്ട്. അത്തരത്തിൽ ഇത് കളി കാര്യമായ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ അണിറോസിന് കാര്യമായിട്ട് തോന്നിയില്ല, ഇപ്പോഴാണ് കാര്യമായിട്ട് തോന്നിയതാണോ പറയുന്നത്? അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറയുന്നത് കളി കാര്യമായിട്ട് തോന്നി, അവർക്കത് തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പുള്ളി അതൊരു തമാശ എൻജോയ്മെന്റ് രീതിയിലാണ് കിട്ടുന്നത്. പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു സംഭവം ആവുന്നുള്ളത് പുള്ളിയുടെ മനസ്സിലും വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തായാലും നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പാടായിട്ട് മാറുന്നതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ 14 ദിവസം റിമാൻഡിൽ എടുക്കാൻ ബോച്ച യോഗ്യനാണോ? അല്ല, അങ്ങനെ 14 ദിവസം എടുക്കണം എന്തായാലും. എന്തെങ്കിലും ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ. എന്തായാലും 2 വർഷം 3 വർഷമൊക്കെയാണ് അതിൻ്റെ എന്തോ ഒരു വിധി വരികയാണെങ്കിൽ വരിക എന്ന് പറഞ്ഞു. അത്തരത്തിൽ കിടക്കേണ്ട ആവശ്യം ഈ ഒരു ഡയലോഗ് കൊണ്ട് നമ്മൾ വരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്, നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് വരും, കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നൊരു വാർത്ത കണ്ടത് ദേഹത്തെ സ്പർശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ദേഹത്തെ സ്പർശിച്ചായിട്ട് വീഡിയോ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് വാർത്തയിൽ കണ്ടതാണ്. ഇല്ല, നിങ്ങളിപ്പോൾ ഒരു ആ സ്റ്റേജിൽ കറക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ ലേഡിയല്ലേ, ഞാൻ നിങ്ങളെ കൈ പിടിച്ച് ഞങ്ങൾ കറങ്ങോ? എങ്ങനെ കറങ്ങും? ഇങ്ങനെ പിടിച്ചില്ലേ? ഇങ്ങനെ പിടിച്ച് കറങ്ങോ? അത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് അല്ലേ? പക്ഷെ അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് അവരൊരു ഇനാഗ്രേഷൻ വന്നതുകൊണ്ടും അങ്ങനെ ഇനോഗ്രേഷൻ വിളിച്ചാൽ അയാളും സെലിബ്രിറ്റിയാണ്, മറ്റുള്ളവരും സെലിബ്രിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്ര പോലെ സിനിമാ നടിമാരും വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, കറക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എത്ര സ്റ്റേജ് പ്രോഗ്രാമിൽ നിങ്ങൾ കാണുന്നുണ്ട്, കോമഡി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള കോമഡി പ്രോഗ്രാമിലൊക്കെ ഇല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും തെറ്റ് വരാൻ പറ്റും. അത് അദ്ദേഹം പൈസ കൊടുത്ത് ഉദ്ഘാടനത്തിന് കൊടുത്ത് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യും. പക്ഷേ അവൾ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കറക്കുകയോ മേലിലെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം. പക്ഷേ ഇതിങ്ങനെ പിടിച്ചു. ഞാൻ കണ്ട വീഡിയോ ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് വേറെ വീഡിയോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ട് സോൾവ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ട് വരട്ടെ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
14 ദിവസത്തേക്കുള്ള റിമാൻഡ് ചെയ്തേക്കണത്. അതെ. ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ജാമ്യം കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത് കാരണം ഇത് ഇവർ ഉദ്ദേശിച്ചിട്ടില്ല, ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ കുറക്കാൻ ഇത്തരത്തിലുള്ള വലിയ ആളുകളൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ പേടിച്ച് എന്താ പറയുക ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഹണി റോസി 30 പേർക്ക് കമന്റ് ഇട്ടെതിരെ 30 പേർക്ക് ആദ്യം കൊടുത്തു. അപ്പൊ വീണ്ടും അതൊരു മുന്നറിയിപ്പായിരുന്നു. അപ്പൊ വീണ്ടും വന്നിരുന്നിട്ട് ഇതേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല വീഡിയോ. അപ്പൊ അങ്ങനെ പറയുന്നത് ശരിയാണ്? ശരിയല്ല. അത് ശരി. ആ 30 പേരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരു പേരെ അറസ്റ്റ് ഇല്ല, ഒരാളെ ഇതായിട്ടുണ്ട്. ബൾഗറായിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. പക്ഷേ നടത്തിയതായുള്ള രീതിയിലല്ല സംസാരിച്ചിട്ടില്ല. കുന്തി ദേവി എന്നുള്ള അന്ന് പറഞ്ഞു പോയി. അതിന് അദ്ദേഹം സോറി പറഞ്ഞു ചെയ്തേക്കാൻ മുൻപ് തന്നെ സോറി പറഞ്ഞു. സോറി പറഞ്ഞതോടുകൂടി അത് എന്തെങ്കിലും കോംപ്രമൈസിൽ എത്തിക്കായിരുന്നു. കൂടിക്കാഴ്ചയൊക്കെ നടത്തി കോംപ്രമൈസിൽ എത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാവില്ല. 3 വർഷമൊന്നും എന്താ പറയുക ജയിലിലുള്ള ഒരു തെറ്റായിട്ട് തോന്നുന്നു. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അത് എതിർക്കുന്നവരുണ്ടാവും, തകർക്കാൻ നിൽക്കുന്നവരുണ്ടാവും. ഇതിപ്പോൾ ഞാൻ നല്ലതാണെങ്കിൽ എനിക്കെതിരെ ഒരാളുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു ആണെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ആളുണ്ടാവും, മുഹമ്മദ് നബി അതിനെതിരെ നിൽക്കുന്നവരുണ്ടാവും. ഒരു നല്ല ആൾക്കാരായിരിക്കും. പക്ഷേ പോസിറ്റീവും നെഗറ്റീവും എന്തായാലും ഒരു വ്യക്തിക്ക് എന്തല്ല എത്ര നല്ല ചെയ്തൊരു കാര്യം അത് മഹാത്മാഗാന്ധിക്ക് വരെയുണ്ട്. നെഗറ്റീവ് ഇല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും ഉണ്ടോ. ഈ ബോഡി ഷേവിംഗ് എന്ന് പറയുമ്പോഴേ ഈ ചില കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, ചില സീരിയൽ മറ്റേ ഫ്ലവേഴ്സ് കാണിച്ചിട്ടുണ്ടല്ലേ. അതെ. അപ്പം അതിനൊക്കെ തെറ്റല്ലേ? ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട അവരല്ലേ. അത് ആ രീതിയിൽ അവർ നടക്കുന്ന രീതിയിലാക്കി മാറ്റിയിട്ട് നടക്കുന്ന സംഭവം സമൂഹത്തിലേക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഇത് അനുകരിക്കാനുള്ള ഒരു അത് മോശമല്ലല്ലോ ചെയ്തത്. ചാനലുകളിൽ വരുന്നതൊക്കെ ചാനലുകൾ അതിൻ്റെ ഇത് കണ്ടിട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ലേ. അതിന് അവരല്ലേ കുറ്റപ്പെടുത്തേണ്ടത്, ബോച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം. ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇവിടെ നടന്ന് മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേമാതിരി ചെയ്യാൻ പാടില്ല അത് ചെയ്യരുത്. നിരപരാധി നമ്മൾ പറയാൻ പറ്റില്ല. ഞാനത് കണ്ടിട്ടില്ല. നമ്മളാരും വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവരെ വിളിച്ചിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ടാവും, ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, പല സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിനിടയ്ക്ക് എന്തൊക്കെ വേറെ ദ്വയാർത്ഥത്തിൽ വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മൊഴി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും. പബ്ലിക് അല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ ഡബിൾ മീനിങ് ഒരു വാക്കിന് പല അർത്ഥം ഇല്ലല്ലേ. ഒരു വാക്കിന് പല അർത്ഥമുണ്ട്. ഇംഗ്ലീഷ് വേർഡ് ആയാലും മലയാള വേർഡ് ആയാലും അറബി വേർഡ് ആയാലും അപ്പം പല അർത്ഥങ്ങളുണ്ടാകുമ്പോൾ അയാൾ ഉദ്ദേശിച്ച അർത്ഥം വേറെ ആണെങ്കിൽ എന്താ ചെയ്യുക? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടും. മോശം പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ വാൺ ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരനെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഹണി റോസ് പറയുന്നുണ്ട്. എന്നിട്ടും ആള് ബുദ്ധിദേവി തന്നെ പറയുന്നത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം ഈ ഒരു ബുദ്ധിദേവി മോശക്കാരിയാണെന്ന് വീണ്ടും നിങ്ങൾ പറഞ്ഞു തരുന്നത്. ബുദ്ധിദേവി മോശക്കാരിയാണോ? അല്ല, നല്ല മാറ്റിട്ട് വേറെ സൗന്ദര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. സൗന്ദര്യമാണെന്ന് പറഞ്ഞത്. സുന്ദരിയാണെന്ന് പറഞ്ഞത് അതിനെന്താ തെറ്റ്? സുന്ദരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തെറ്റെന്ന് പറയാൻ പറ്റില്ല. സുന്ദരി എന്ന് പറയാൻ പാടില്ലേ? നിങ്ങൾ നല്ല സുന്ദരി, നിങ്ങൾ നല്ല സുന്ദരിയല്ലേ? വാർത്ത ഇനിയിപ്പോൾ അത് വിവാദമോ? കേസ് കൊടുക്കോ? ചോദിച്ചാട്ടോ, എനിക്ക് കേസ് കൊടുക്കാൻ പോകണ്ട. പാവം ഞാൻ ഇങ്ങനത്തെ അത്ര പൈസ ഇല്ല, ഇറക്കാറൊന്നും ആളില്ലേ.